Hello. എൻ്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Thatmallunextdoo. സ്കിൻ കെയർ എന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു മെയിൻ കൺസേൺ ആണല്ലേ. നമ്മളിൽ ഒത്തിരി നല്ലൊരു ശതമാനം പേരും ഇന്നത്തെ കാലത്ത് സ്കിൻ കെയറിനൊക്കെ നന്നായിട്ട് സീരിയസ് ആയിട്ട് തന്നെ കാണുന്നവരാണ്. അപ്പോൾ ഈ ഒരു ഏജിങ് കാരണമുള്ള സ്കിൻ ചേഞ്ചസ് ഒന്ന് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിൻ കിട്ടുക, ഈവൻ ടോൺ ആക്കുക, പിമ്പിൾസിൻ്റെ ഇതൊക്കെ ഒന്ന് മറയ്ക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ പല സ്കിൻ കൺസേൺ ആയിട്ട് നമ്മൾ പല രീതിയിലുള്ള ക്രീംസും അതുപോലെ ആൻറ്റി ഏജിങ് ക്രീംസ് അതുപോലെ സെറംസ് പലതും വാങ്ങി ട്രൈ ചെയ്തിട്ട് അതൊക്കെ മടുപ്പ് തോന്നി തുടങ്ങിയോ നിങ്ങൾക്ക്? എന്നാലേ നമുക്കൊന്ന് കിച്ചണിൽ പോയി ഒരു കൈ പിടിച്ച് നോക്കിയാലോ. അതായത് നമ്മുടെ സ്കിന്നിന്റെ ചേഞ്ചസ് റിവേഴ്സിബിൾ ആക്കാനായിട്ട് ആൻറ്റി ഏജിങ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പുതിയൊരു ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടായിട്ട് നമ്മളിൽ മിക്കവർക്കും പ്രിമച്യൂർ ഏജിങ്ങിൻ്റെതായിട്ടുള്ള പല സൈൻസും സ്കിന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് സ്കിന്നിനൊന്ന് യൂത്ത്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഏജിങ് കുറയ്ക്കാനായിട്ടുള്ള 10 സൂപ്പർ ഫുഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ടും കാണുക കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു താനും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സ്കിൻ ഹെൽത്തിന് പറ്റിയിട്ടുള്ള ഒരു ഇമ്പാക്ട്സ് എവിടെ നിന്നൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഫുഡിലേക്ക് പോവാം. ഇപ്പൊ പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിന്നിൽ ഇത്തരം പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. എന്നാൽ തന്നെയും ചിലർക്കെങ്കിലും ഒക്കെ നല്ലതായിട്ടുള്ള ഗ്ലോയിങ് സ്കിൻ അവരുടെ ഏജ്ഡ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ആഹാര ശൈലിയിൽ നിന്നാണ് അവർക്ക് അത്തരം നല്ലൊരു സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഈ ഒരു സ്കിന്നിന് ഉണ്ടായിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് നമുക്കൊരു പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പോവാം. 5 കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. നമ്പർ 1, കൊളാജൻ ഡിപ്ലീഷൻ. നമ്മളുടെ ഒരു ബോഡിയിൽ 25 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അത് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ അതിന് മുന്നേക്കെയും നമ്മളുടെ ബോഡിയിൽ കൊളാജൻ ആവശ്യത്തിന് ഉണ്ടായിരിക്കും. പക്ഷേ ഏജ് കൂടുന്തോറുമാണ് നമുക്ക് അത് ഒരു എക്സ്റ്റേണൽ ഒരു സോഴ്സിൽ നിന്ന് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്താണ് കൊളാജൻ നഷ്ടപ്പെടുകയും നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിയും ഫേംനെസ്സും പോവുകയും സ്കിന്ന് വലിഞ്ഞു തൂങ്ങിയിട്ട് സ്കിന്ന് ഒരു ഏജിങ്ങിലേക്ക് പോവുകയും ചെയ്യും. രണ്ടാമത്തേത് ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ ചേഞ്ചസ് ആണ്. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കഴിക്കുന്ന അൾട്രാ പ്രോസസ്ഡ് ഫുഡിൽ നിന്നാണ് ഇതുള്ളിലേക്ക് കടക്കുന്നത്. നമ്മുടെ സ്കിന്നിലുള്ള പലതരം ഡാമേജും ഈ ഒരു ഫ്രീ റാഡിക്കൽസ് വഴി ഉണ്ടാക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തേത് നമ്മുടെ സെല്ലുലാർ ബോഡി വേസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കോശങ്ങൾ മെറ്റബോളിസത്തിന് അല്ലെങ്കിൽ ദഹനത്തിനും ഒക്കെ ആയിട്ട് ഉള്ള എനർജി എടുത്തു കഴിഞ്ഞിട്ട് അത് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കോൺസ്റ്റന്റ്ലി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു സെല്ലുലാർ വേസ്റ്റ് എല്ലാം നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുകയും അങ്ങനെ ബോഡിക്ക് അത് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ബോഡിയിൽ സ്കിന്നിൽ ഒത്തിരി ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അത് നാലാമത്തേത് ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഷുഗർ എന്ന് പറയുന്നത്. ഷുഗർ നമ്മൾ കോൺസ്റ്റന്റ്ലി കൺസ്യൂം ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിയിലത്തേക്കും സ്കിന്നിലത്തേക്കും ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. അതായത് ഇൻഫ്ലമേഷൻ ഒരു ക്രോണിക് ആയിട്ട് അവിടെ തന്നെ നിൽക്കാനും അതുവഴി നമുക്ക് ഒരുപാട് അസുഖങ്ങളും സ്കിന്നിന്റെ ഹെൽത്തും ഇലാസ്റ്റിസിറ്റിയും ഒക്കെ നഷ്ടപ്പെടാനും അത് കാരണമാവും. ഇനി അഞ്ചാമത്തേത് ഫോട്ടോ ഡാമേജ് ആണ്. ഫോട്ടോ ഡാമേജ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടും അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് ഒരുപാട് നാൾ നമ്മൾ UV റേസിന് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഒരുപാട് പ്രിമച്യൂർ ആയിട്ടുള്ള ഏജിങ് ഉണ്ടാക്കാൻ ഏറ്റവും കാരണമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഒരു ഫോട്ടോ ഡാമേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും നമുക്ക് സ്കിന്നിന് ഏജിങ് അല്ലെങ്കിൽ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള 5 കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ സൂപ്പർ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആന്റി ഏജിങ് അല്ലെങ്കിൽ സ്കിൻ ഡാമേജിങ്ങിനെ ചെറുക്കാനുള്ള എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ള ഘടകങ്ങളാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. നമ്പർ 1, കൊളാജൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. പക്ഷെ ഇതിങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ സ്കിൻ ഡാമേജ് ആവും. പക്ഷേ ഈ ഒരു കൊളാജൻ നമ്മുടെ ശരീരത്തിന്റെ ഇലാസ്റ്റിസിറ്റിയും ഫേംനെസ്സും നിലനിർത്താൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് ഇപ്പൊ പല സ്റ്റഡീസും തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്റ്റേണലി ഒരു കൊളാജൻ സോഴ്സ് എടുക്കുന്നതിനേക്കാളും നമ്മൾ നാച്ചുറലി കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് കൂടുതലായിട്ടും അബ്സോർബ് ചെയ്യുന്നത്. രണ്ടാമത്തേത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിക്കകത്ത് നന്നായിട്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ റാഡിക്കൽസ് കാരണം നമ്മുടെ ബോഡിക്ക് ഉണ്ടായ ചേഞ്ചസിനെ റിവേഴ്സ് ചെയ്യുകയും അതുപോലെ സ്കിന്നിന്റെ ഒരു ഗ്ലോയി അല്ലെങ്കിൽ റേഡിയൻസ് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും.
മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. സ്കിൻ ഫേംനെസ്സിലും സ്കിന്നിന്റെ ഡാമേജ്, ഫോട്ടോ ഡാമേജ് കുറയ്ക്കുന്നതിലും ഒക്കെ വളരെയധികം ഒരു സ്ഥാനം വഹിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. വൈറ്റമിൻ എയുടെ മറ്റൊരു ഡെറിവേറ്റീവ് ആണ് ഈ റെറ്റിനോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ആന്റി ഏജിങ്ങിനായിട്ട് പലരും റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു റെറ്റിനോൾ വരുന്നത് മെയിനായിട്ടും വൈറ്റമിൻ എ എന്നാണ്. അടുത്തത് ഗുഡ് ഫാറ്റ് ആണ്. നട്ട്സ് അല്ലെങ്കിൽ അവോക്കാഡോ പോലുള്ള പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് കിട്ടും. ഈ ഒരു ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാറ്റിൻ്റെ ഗ്രൂപ്പാണത്. ഇത് കൂടാതെ മറ്റ് മിനറൽസ് ആയ കോപ്പർ, സിങ്ക്, അതുപോലെ അയൺ ഒക്കെയും നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. കാരണം അയൺ എന്ന് പറയുന്നത് സ്കിന്നിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷന് ഉറപ്പുവരുത്തുന്ന ഒരു ഘടകമാണ്. അതുപോലെ കോപ്പറും സിങ്ക്, സൾഫർ ഒക്കെയും ഒരുപാട് തെറാപ്യൂട്ടിക് ഗുണങ്ങളുള്ള മിനറൽസ് ആണ്. അപ്പോൾ വെയിറ്റ് ചെയ്ത് മടുത്തോ? നമുക്ക് ആ 10 ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ബെറീസ് ആണ്. ഇതൊരു മാജിക്കൽ ഫ്രൂട്ട് ഗ്രൂപ്പാണ്. കാരണം ബെറീസിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് പല കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് പല ടൈപ്പിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽസ് വഴിയുള്ള ഡാമേജ് ചെറുക്കുകയും അതുവഴി നമ്മുടെ സ്കിന്നിനുണ്ടായ ആ ഒരു ഡാമേജ് റിവേഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തേത് ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വെച്ചിട്ട് സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ തരികയും കൊളാജൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിയും ഫേംനെസ്സും നിലനിർത്തും. ഇനി മൂന്നാമത്തേത് ഇത് ലോ ഷുഗർ ആണ്. അതുപോലെ തന്നെ ഹൈ ഫാറ്റ് കണ്ടന്റ് ഉള്ളതുമാണ്. ലോ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്കിന്നിന് നല്ല ഒരു ഡ്യൂയി അല്ലെങ്കിൽ പ്ലംബി ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് കിട്ടും. അതുപോലെ ക്ലിയർ ബ്ലെമിഷസ് ഒന്നും ഇല്ലാത്ത സ്കിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. അതുപോലെ ഈ ഒരു ഹൈ ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ തടയുകയും നമ്മളുടെ സ്കിന്നിൽ ബ്ലോട്ടിംഗ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, സ്കിന്നിന് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഏജിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈ ഒരു ബ്ലോട്ടിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേറ്റഡ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ഒക്കെ മാറാനായിട്ട് നമുക്ക് ബെറീസ് ഫുഡിൽ ഒരുപാട് ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തേത് തക്കാളിയാണ് അല്ലെങ്കിൽ ടൊമാറ്റോ. ഇതിനകത്തുള്ള ലൂക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ സ്കിന്നിനുണ്ടായ ഫോട്ടോ ഡാമേജ് അല്ലെങ്കിൽ സണ്ണിന്റെ എക്സ്പോഷർ കൊണ്ട് UV റേസിന് കാരണം ഉണ്ടായ ഡാമേജ് ചെറുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. വൈറ്റമിൻ സി ഒരുപാടുണ്ട്. അങ്ങനെ സ്കിന്നിന്റെ ആ ഒരു ചുറുചുറുക്ക് നിലനിർത്താനായിട്ട് നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇതിനകത്ത് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ ഇത് കൊളാജൻ പ്രൊഡക്ഷന് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തേത് ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിക്കകത്ത് മെയിനായിട്ടും അടങ്ങിയിട്ടുള്ള സൾഫർ ഒരുപാട് തെറാപ്യൂട്ടിക് ഗുണങ്ങളുള്ളതാണ്. അതായത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന ഡാമേജ് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് ഇതൊരു നാച്ചുറൽ ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടി ഉള്ള ഒരു സ്പൈസ് ആണ് ഈ ഒരു ഗാർലിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ മാറിയിട്ട് നമുക്ക് പിമ്പിൾസ് ഒക്കെ കുറയ്ക്കാനും അങ്ങനെ നമ്മുടെ സ്കിൻ ഒന്ന് ഹെൽത്തി ആയിട്ട് ഗ്ലോയി ആയിട്ട് ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഓൾറെഡി നമ്മുടെ ഹെൽത്തി ഒരു സ്കിന്നും ബോഡിയും ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഏജിങ് ചേഞ്ചസ് ഒക്കെ ഒന്ന് കുറയും. വെളുത്തുള്ളിക്കകത്തും ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. അതുപോലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ ആഹാരത്തിന് ഫ്ലേവർ തരുന്നത് മാത്രമല്ല, കുറച്ച് വെളുത്തുള്ളി ചേർത്താൽ നമുക്ക് യങ് ആയിട്ടുള്ള യൂത്ത്ഫുൾ സ്കിന്നും അച്ചീവ് ചെയ്യാൻ പറ്റും. നാലാമത്തേത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ എങ്ങനെയാണ് സ്കിന്നിന്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നല്ലേ? ഇതിനകത്ത് വൈറ്റമിൻ ഇയും പോളിഫീൻസും ധാരാളമായിട്ടുണ്ട്. ഇതിന് നമ്മുടെ സ്കിന്നിലുള്ള ഈ ഒരു ഫ്രീ റാഡിക്കൽസിനെ നന്നായിട്ട് ചെറുത്ത് നിൽക്കാനും അതുവഴി ഉണ്ടായ ഡാമേജിനെ പ്രതിരോധിക്കാനും കഴിവുണ്ട്. അതുകൂടാതെ തന്നെ ഒലിവ് ഓയിൽ ഹാർട്ടിന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഹാർട്ടിന്റെ ഫങ്ഷൻസ് ഇംപ്രൂവ് ആവുന്നത് വഴി തന്നെ സ്കിന്നിലേക്ക് ആവശ്യത്തിന് ഓക്സിജനും ന്യൂട്രിയൻസും എത്തുകയും അതുവഴി നല്ല ചെറുപ്പവും ഗ്ലോയി ആയിട്ടുള്ള തിളക്കമുള്ള സ്കിന്ന് നമുക്ക് നിലനിർത്താൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഈ ഒരു പോളിഫീൻസിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഡാമേജ് വളരെയധികം ചെറുക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ തരികയും ചെയ്യും. അഞ്ചാമത്തേത് ഫാറ്റി ഫിഷസ് ആണ്. അതായത് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, ഇപ്പോൾ സാമൺ, ചൂര, മത്തി, അയല പോലുള്ള മത്സ്യങ്ങളുടെ അകത്ത് നല്ല ഫാറ്റ് ഉണ്ട്. ഇത് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഫാറ്റ് ആണ് ഇതിനകത്തുള്ളത്.
ഈ omega-3യുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രായം ആധിക്യം കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രിമച്വർ ഏജ് കൊണ്ടുണ്ടാവുന്ന ഡ്രൈനെസ്, അതുപോലെ സ്കിന്ന് തൂങ്ങി വലിയ, റിങ്കിൾസ് വരിക, അങ്ങനെയൊക്കെ ഉള്ള ചേഞ്ചസ് എല്ലാം ഇത് കുറയ്ക്കും. സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, സൺ ഡാമേജസ് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ആറാമത്തേത് ഗ്രീൻ ടീ ആണ്. ഇപ്പോൾ ഗ്രീൻ ടീ 8 ആഴ്ച നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് ഉണ്ടാവുകയും ബോഡിയിൽ അതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഗ്രീൻ ടീയുടെ മെയിൻ പ്രോപ്പർട്ടീസ് ആണ് ആൻറ്റി ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഇതിനകത്ത് ഒരുപാടുണ്ട്. ഇപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ള സാധനം കയറുമ്പോൾ അതിന് നാച്ചുറലായിട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. ഇപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ അതൊരു പ്രൊലോങ്ഡ് പീരീഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രോണിക് ഇൻഫ്ലമേഷൻ ആയിട്ട് മാറുകയും അതുവഴി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ പിന്നെയും ഉണ്ടാവുകയും ഇമ്മ്യൂണിറ്റി ലോ ആവുകയും നമ്മുടെ സ്കിന്നും അതുപോലെ നമ്മുടെ ഒരു ഓവറോൾ ഹെൽത്ത് ഡിക്ലൈൻ ആവുകയും പെട്ടെന്ന് നമ്മൾ ഏജ്ഡ് ആയി പോവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ തടയാനായിട്ട് ഗ്രീൻ ടീ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഗ്രീൻ ടീക്കകത്തുള്ള കാറ്റസിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് സൺ ഡാമേജിൽ നിന്ന് വളരെയധികം പ്രൊട്ടക്ഷൻ തരുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു സൺ ഡാമേജ് കാരണം ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും പിന്നെ ഉണ്ടാവാവുന്ന ഈ ഒരു സൺ ഡാമേജിനെ അത് ചെറുക്കുകയും ചെയ്യും. അപ്പോൾ ഗ്രീൻ ടീ വെയിറ്റ് ലോസിന് മാത്രമല്ല സ്കിൻ ഹെൽത്തിനും നമുക്ക് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ഏഴാമത്തേത് അവോക്കാഡോ ആണ്. വളരെ നല്ല ഒരു ഹെൽത്തി ഫാറ്റിന്റെ സോഴ്സ് ആണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത് മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. ഈ ഒരു മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിയും ഫേംനെസ്സും ഗ്ലോയും നിലനിർത്താൻ വളരെയധികം ആവശ്യമാണ്. ഇത് മെയിനായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മുടെ കോശങ്ങളിലാണ്, അതായത് സെല്ലുലാർ ലെവലിലാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. സെൽ മെംബ്രെയിൻ്റെ ഒരു ഫേംനെസ്സും ഇലാസ്റ്റിസിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഓവറോൾ സ്കിന്നിന് അതിൻ്റെതായ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. ഇനി ഈ ഒരു അവോക്കാഡോ പതിവായിട്ട് കഴിച്ചാൽ നല്ല ഗ്ലോയി ആയിട്ടുള്ള യൂത്ത്ഫുൾ സ്കിൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ അവോക്കാഡോ നമ്മൾ ലഞ്ച് ടൈമിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫില്ലിങ്ങും ആണത്. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും കിട്ടും. ഇനി ഇതിന് കുറച്ച് ടോപ്പിക്കൽ ബെനിഫിറ്റ്സും ഉണ്ട്. ഇപ്പോൾ അവോക്കാഡോ നമ്മൾ മാസ്ക് ആയിട്ട് ഫേസിലോ അല്ലെങ്കിൽ ഹെയറിലോ പുരട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് UV ഡാമേജിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ തന്നെ സൂപ്പർ ഹൈഡ്രേറ്റിംഗും ആണിത്. അപ്പോൾ ഹെൽത്തി ഫുള്ളർ ഹെയറിനും അതുപോലെ റേഡിയൻറ്റ് സ്കിന്നിനും അവോക്കാഡോ നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് വൺ ബോൺ ബ്രോത്ത് ആണ്. ഇപ്പോൾ നമുക്ക് ചിക്കൻ ബ്രോത്ത് ആണെങ്കിലും അതുപോലെ മറ്റു മീറ്റിൻ്റെ ബ്രോത്തൊക്കെ ആണെങ്കിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് വാങ്ങാനായിട്ട്. ഇതിനകത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ സഹായിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മെയിനായിട്ടും ഇത് നല്ലൊരു കൊളാജൻ്റെ സോഴ്സ് ആണ്. ഇതിനകത്ത് ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സ് കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ സിങ്ക്, മെഗ്നീഷ്യം പോലുള്ള ഒരുപാട് മിനറൽസും ഉണ്ട് സ്കിന്നിൻ്റെ ഹെൽത്തി ആയിട്ടുള്ളതിന് ഹെൽപ്പ് ചെയ്യുന്നതിന്. അതുപോലെ സിങ്ക്, മെഗ്നീഷ്യം, വൈറ്റമിൻ സി പോലെ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം സ്കിന്നിൻ്റെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ഡാമേജ് ഉണ്ടായതിനെ റിവേഴ്സ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റ് ന്യൂട്രിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹയാലുറോണിക് ആസിഡ്. നമുക്കറിയാം സ്കിന്നിൽ ഹൈഡ്രേഷൻ കൊടുക്കുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഹയാലുറോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഗ്ലൈക്കോസമീൻ ഗ്ലൈക്കൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അത് സ്കിന്നിൻ്റെ സ്ട്രക്ചറും ഇൻറ്റഗ്രിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്പർ 9 മഞ്ഞളാണ്. നമുക്കറിയാം നമ്മുടെ ഒരു സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായി യൂസ് ചെയ്ത് വരുന്ന ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. ഈ മഞ്ഞളിന് ആൻറ്റി ഏജിങ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിനകത്തുള്ള ക്യൂർക്കുമിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ തരുന്നത്. ഫ്രീ റാഡിക്കൽസിനെതിരെ പൊരുതുന്ന ഏറ്റവും വലിയൊരു പോരാളിയാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞൾ എന്ന് പറയുന്നത് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു മസ്റ്റ് ഹാവ് ആണ്. ഇനി ഒരു അമേരിക്കൻ ജേർണലിനകത്തുള്ള പഠനത്തിനകത്ത് വന്നിട്ടുണ്ട് 10 ആഴ്ച മഞ്ഞൾ അടങ്ങിയിട്ടുള്ള സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്തവരിൽ സ്കിന്നിൻ്റെ ഒരു ഓവറോൾ ഇംപ്രൂവ്മെൻറ്റും അതുപോലെ ഇലാസ്റ്റിസിറ്റിയും ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം മഞ്ഞൾ കൊളാജന്റെ പ്രൊഡക്ഷനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിനകത്ത് ഫ്ലേവനോൾസ് അടങ്ങിയിട്ടുണ്ട്. ഇത് കൊക്കോ ബീൻസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈ ഫ്ലേവനോൾസിന് സൺ ഡാമേജ് ചെറുക്കാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യും.
ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആന്റി ഓക്സിഡൻസും ഒരുപാടുണ്ട്. 70% ഓർ എബോ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നതാണ് ഹെൽത്തി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിക്കുക, ഈ ഡാർക്ക് ചോക്ലേറ്റിനകത്ത് ഷുഗറും ഫാറ്റും വളരെ ഹൈ ലെവലിലുള്ളതാണ്. അതുകൊണ്ട് വളരെ മോഡറേഷനിൽ മാത്രമേ കഴിക്കാവുള്ളൂ. ഈ ഒരു ഫ്ലേവനോൾസിന് സൺ ഡാമേജിനെ ചെറുക്കാനും ബ്ലഡ് ഫ്ലോ കൂട്ടാനും പറ്റും. ബ്ലഡ് ഫ്ലോ കൂട്ടുന്നത് കാരണം നമ്മുടെ സ്കിന്നിന് നല്ല റേഡിയൻസും അതുപോലെ തന്നെ യൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യാനും ഈ ഒരു 70% ഓർ എബോ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പഠനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ നിന്ന് തപ്പിയെടുക്കാൻ പറ്റിയ 10 സൂപ്പർ ഫുഡിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. നമ്മുടെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസും സ്കിന്നിന്റെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ആവുന്നത് രീതിയിലുള്ള 10 കാര്യങ്ങൾ. അപ്പോൾ ഇനി ക്രീമുകൾക്ക് പിന്നാലെ പായാതെ ഈ ഒരു ഫുഡ് ഐറ്റംസും കൂടെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. 3 weeks to 3 months വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.